എല്ലായിടത്തും കള്ള് ഷാപ്പൊക്കെ മാറി ഇപ്പം അംഗനവാടിയൊക്കെ തുടങ്ങുന്നത് അതൊക്കെ നല്ലൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ കരഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് ഈ അടുത്ത് ഇന്നാണ് കരഞ്ഞത്. പിന്നെ അമ്മ അടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. ഒരു ന്യൂജൻ മൂവി ഒന്നും അല്ല, കുറച്ച് പഴയ കാലത്ത് നമ്മൾ കണ്ട പോലെ അതുപോലെ വളരെ ഇഷ്ടപ്പെട്ട് പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. മുത്തു എന്നുള്ള ക്യാരക്ടർ അടിപൊളിയായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. കുടുംബമായിട്ട് എല്ലാം കാണാൻ പറ്റണ നല്ല സിനിമ. അയ്യോ നല്ല സിനിമയായിരുന്നു, എല്ലാവരും കാണണം എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തും കള്ള് ഷാപ്പൊക്കെ മാറി ഇപ്പം ഒരു അംഗനവാടിയൊക്കെ തുടങ്ങുന്നത് അതൊക്കെ നല്ലൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. എല്ലാവരും പോയി കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റും, നല്ല പടമാണ്. ക്ലൈമാക്സ് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫീലിങ്സ് പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പുള്ളിക്കാരൻ്റെ അഭിനയമൊക്കെ കൊള്ളായിരുന്നു. ചെറുതായിട്ട് കരഞ്ഞു. ഞാൻ അകത്തിരുന്ന് കരയായിരുന്നു, കുറേ കരഞ്ഞായിരുന്നു. ഈ അടുത്ത് ഇന്നാണ് കരഞ്ഞത്. പിന്നെ അമ്മ അടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളി കേട്ടോ. എനിക്ക് വാക്കുകളില്ല പറയാം. ലാസ്റ്റ് കിടുക്കായി കരഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും കാണുക, കാരണം ഒരു പുതിയൊരു സബ്ജക്റ്റാണ് ഈ സിനിമ. ഇതിൽ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ക്ലൈമാക്സും കൂടി കാണുമ്പോഴേ സിനിമ എന്തെന്ന് അറിയാൻ പറ്റുള്ളൂ. സൂപ്പറായിരുന്നു, ജനങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. ലാസ്റ്റ് സീനെ നമ്മളെ ഇച്ചിരി കരയിപ്പിച്ച് കളഞ്ഞു. നല്ല സിനിമ, എല്ലാവരും നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്തു. ഒരു മെസ്സേജാണ് ഇത് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളും നേരത്തെ ഇവിടെ നടന്നു എന്നൊക്കെയുള്ളൊരു മെസ്സേജ് ആണെങ്കിൽ അന്ധവിശ്വാസത്തിനെതിരെയൊക്കെയുള്ളൊരു മെസ്സേജാണ് അവിടെ. നല്ല സൂപ്പറായിരുന്നു. പുതുവർഷത്തിന് വേണ്ടി നല്ലൊരു ഇതായിരുന്നു. ഇരുന്ന സമയം അത്രയും നല്ല ടൈം പാസ് ആയിട്ടുണ്ട്. കഥ നല്ല സൂപ്പറായിരുന്നു. വളരെ ഒരു വെറൈറ്റി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എല്ലാം പുതിയ ആക്ടേഴ്സാണ് എല്ലാം അഭിനയിച്ചത്. കൊള്ളാം, നല്ല സിനിമയാണ്. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് കൊള്ളാം. കുറച്ച് ചെറിയ ട്വിസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ, അത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കുറച്ച് ചെറുതായിട്ട് കോമഡി ഒക്കെ ഉണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫ് സ്റ്റോറി നല്ല കിടിലാണ്. ഫസ്റ്റ് ഹാഫിന് സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു പുതുമയുള്ള കഥ, കുറച്ച് മ്യൂസിക്, സംഭാഷണം പിടിഞ്ഞു കളഞ്ഞേട്ടാ. സിനിമ കൊള്ളാം, നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. മെസ്സേജ് ഉണ്ട്. അവസാനം സെക്കൻഡ് ഹാഫൊക്കെ നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴാണ് ആ സ്റ്റോറി ഒരു ട്വിസ്റ്റ് ആവുന്നത്. ആ പുതുമുഖങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഒരു അന്ധവിശ്വാസത്തിനെയൊക്കെ കൊണ്ട് കിടക്കുന്ന ആളുകളെ അവർക്കൊക്കെ ഒരു സത്യം പറഞ്ഞ ഒരു നല്ലൊരു ഇതാണ്, സെറ്റാണ്. വെറുതെ അന്ധവിശ്വാസം കണ്ടുകൊണ്ടിരിക്കരുത്, കാരണം ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെ. ഒരു പുതുമയുണ്ട്, എന്തായാലും ഒരു പുതുമ. നല്ല മൂവിയാണ്. കുറേ നാളിന് ശേഷം കുറച്ച് നല്ല സ്റ്റോറി സെൻസ് ഒക്കെ ഉള്ളൊരു മൂവിയായിട്ട് തോന്നി. നല്ലൊരു എന്താ പറയുക, ടോട്ടലി ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ആക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എടുത്തു പറയേണ്ട, എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ചെയ്ത പോലെ തന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഒരു മെസ്സേജ്, അതായത് കുറേ നാളിന് ശേഷം നമ്മൾ ഈ വായിച്ചറിഞ്ഞ കഥകളൊക്കെയുള്ള ഒരു ഇതില്ലേ, നമ്മൾ സ്റ്റോറി വായിക്കുന്ന പോലുള്ളൊരു ഫീലുള്ള ഒരു മൂവി ആയിട്ട് തോന്നി. ഒരു ന്യൂജൻ മൂവി ഒന്നും അല്ല, കുറച്ച് പഴയ കാലത്ത് നമ്മൾ കണ്ട പോലെ അതുപോലെ തന്നെയാണ് അത് എടുത്തേക്കുന്നത്. മേക്കിംഗ് വൈസ് കുഴപ്പമില്ലായിരുന്നു. വളരെ നല്ല സിനിമയായിരുന്നു. പുതിയൊരു തീമായിരുന്നു. ഇപ്പോൾ ഈ ഇറങ്ങിയ ഏറ്റവും നല്ല ഒരു തീമും നല്ല സ്റ്റോറി ഉണ്ടായിരുന്നു. പിന്നെ പുതിയ നടനാണ് സിദ്ധു എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ നല്ല അഭിനയമായിരുന്നു. അതുപോലെ നായികമാരും വളരെ നന്നായിട്ട് അഭിനയിച്ചു. പുതിയൊരു തീമായിരുന്നു അത്. എല്ലാ സ്റ്റോറിയും പോലല്ല, നല്ല ബോറടി സോങ്സ് നല്ലായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോറി ഈക്വലി വെരി നൈസ്. സിനിമ കൊള്ളായിരുന്നു, പാട്ട് നന്നായിരുന്നു, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആക്ടേഴ്സ് എല്ലാവരും നല്ല റോൾ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കും ഭയങ്കര നല്ലതായിരുന്നു. നല്ല സിമ്പിളായിട്ടൊരു തീമായിരുന്നു. നല്ല മ്യൂസിക്കും അതായത് നമ്മൾ ഗ്രാമത്തിലെ ഉള്ളൊരു കഥ, പണ്ടത്തെ ഒരു ഇതിപ്പം ഒന്നുകൂടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇതായിരുന്നു.